ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാര? ആ പെണ്ണ് ഏറ്റവും സൗന്ദര്യമുള്ളവളല്ല. ലോകത്തിലെ ഏറ്റവും നല്ല പെണ്ണാര? മിന്നിയുടെ കോടുകളിൽ മാരിവില്ലുവിനെ മരച്ചവളല്ല. കരിമിഴിക്കോടുകളിൽ കരിമശി ചേർത്ത് വെച്ചവളല്ല. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാ, അൻസാരികളായ സ്ത്രീകളാ. എന്താ കാരണമെന്നറിയോ? സൗന്ദര്യത്തിന്റെ മാനദണ്ഡത്തിലല്ല, സൗരഭ്യത്തിന്റെ മാനദണ്ഡത്തിലല്ല. ഈ ചോർന്നൊലിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ കൊച്ചുകുടില് ഈത്തപ്പന മരത്തിന്റെ ഓല താട വിരിച്ചിട്ടിട്ട് മണൽത്തരികളുടെ മുകളിൽ കിടന്നുറങ്ങുമ്പോഴും കിടന്നുറങ്ങാൻ ഒരു ബെഡ്റൂം പോലും ഇല്ലാതെ ദാരിദ്ര്യത്തിന്റെ പരിവട്ടത്തിൽ കണിഞ്ഞ സ്ത്രീകൾ. ഭൗതിക സുഖങ്ങളില്ല, എയർ കണ്ടീഷൻ, സമശീതോഷ്ണ ഉപാധിയില്ല, ദുനിയാവിലൊരു പെണ്ണാഗ്രഹിക്കുന്നതൊന്നുമില്ല. ചുറ്റുപാടുള്ള സ്ത്രീകൾ മുഴുവനും ചുവന്നു തൊടുത്ത ഒട്ടകത്തിന്റെ മുകളിൽ. അറബികളുടെ ഏറ്റവും വലിയ വാഹനം ചുവന്ന ഒട്ടകമാണല്ലോ. ജിയാദു ബനി അബീ ബക്കറിൻ തസാമ അലാ കാനൽ മുസവ്വമത്തിൽ ഇറാബി. ആ ഒട്ടകത്തിന്റെ ജിയാദു ബനി അബീ ബക്കറിൻ തസാമ, ചുവന്നു തൊടുത്ത കുറിയുള്ള ഒട്ടകത്തിന്റെ പേരിൽ മേനി നടിച്ചിട്ട് ഒട്ടകപ്പുറത്തിലെ രത്നങ്ങൾ ധരിച്ച് മദീനയിലും മക്കയിലെയും പെണ്ണുങ്ങൾ ആർഭാടം നടത്തുമ്പോ കൈബാലയത്തിന്റെ ചുറ്റു സ്ഥാപിക്കപ്പെട്ട വിഗ്രഹത്തിന്റെ മുമ്പിൽ നൂൽ ബന്ധമില്ലാതെ നഗ്ന നൃത്തം ചവിട്ടിയ അക്കാലഘട്ടത്തില് അകരെ നിന്ന് വിദേശരാട്ടത്തിൽ നിന്ന് റോമയിൽ നിന്നും പേശിയിൽ നിന്നുള്ള സുന്ദരി പെണ്ണുങ്ങളും വമിൻ കുറുബി സ്വദേശികളായ മക്കയിലെ പെണ്ണുങ്ങളും കൈബാലയത്തിന്റെ മുമ്പിൽ തുണിയടിഞ്ഞാടുമ്പോ ആ സമയത്ത് ഈ കാഴ്ചകളൊക്കെ കാണുന്ന കാലത്ത് പെങ്ങളെ ആയിഷ ബീവി ഇത് കാണാന്നിട്ടല്ല, സൈനബ് ബീവി ഇത് കാണാന്നിട്ടല്ല, സഫിയ ബീവിയുടെ കണ്ണുടക്കാന്നിട്ടല്ല. ഈ കാലഘട്ടത്തെക്കാൾ മോശമായ ഉടുതുണി ബന്ധമില്ലാതെ സർവ്വവിധ പേക്കൂത്തുകളും നിറഞ്ഞ കാലത്താണ് ആയിഷ ബീവിയെ കുറിച്ച് സല്ലല്ലാഹു റസൂൽ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ മദീനയിലെ പെണ്ണുങ്ങളാ. കാരണം പട്ടിണി കിടക്കുമ്പോൾ ഒട്ടിയ വയറുമായിട്ട് കിടക്കവേ രാവിലെ ഭർത്താക്കന്മാര് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് കച്ചവടത്തിന് പോകുമ്പോ ഭർത്താവിനെ യാത്രയാക്കാമെന്ന് ഭക്ഷണത്തിന്റെ തളികയെടുത്തിട്ട് തോൽപാത്രത്തിൽ വെച്ച് അവസാനം ഒട്ടകത്തെ തെളിക്കുന്നൊരു ചെറിയ വടിയെടുത്ത് കയ്യിലേക്ക് വെച്ച് ഭാര്യ മക്കളോട് സലാം പറഞ്ഞ് ഭർത്താക്കന്മാര് കച്ചവടത്തിനെടുക്കുമ്പോ ഒട്ടകത്തിന്റെ കടിഞ്ഞാണിൽ ഇടത്തെ കൈ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് ഭർത്താവിന്റെ കൈയും പിടിച്ചിട്ട്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എനിക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം ഉണ്ടാക്കാൻ നിങ്ങൾ കച്ചവടത്തിന് പോവുകയല്ലേ? എനിക്ക് നിങ്ങളോടൊരു വസിയത്ത് പറയാനുണ്ട്. ചിന്തിക്കാൻ കഴിയില്ല സഹോദര, എല്ലാം വാരി വെട്ടി വിടുങ്ങുന്ന ഒരു കാലത്ത് മുഹിരിയാരങ്ങനെ പലതും പറയും, ഇസ്ലാങ്ങനെ പലതും പറയും. നമുക്ക് പണമല്ലേ വലുതെന്ന് പറഞ്ഞു കൊടുക്കുന്ന പതിയുടെ മനസ്സിൽ പറഞ്ഞു നടക്കുന്ന ഭാര്യ